ഹേ ഗൈസ്, ഇന്നത്തെ നോമ്പുതുറന്റെ വിശേഷങ്ങളാണ്. അസർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോശയും ഗ്രീൻ പീസ് കറിയാണ്. കൂടെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച കുറച്ച് കട്ട്ലേറ്റ് ബാക്കിയുണ്ട്. ജ്യൂസിനായിട്ട് പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചതുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഗ്രീൻ പീസ് കറിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി ഉള്ളിയൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്നതൊക്കെ പുറത്തെടുത്ത് വെച്ചു. അങ്ങനെ ഇതേ ഗ്രീൻ പീസ് നന്നാക്കി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനകത്തോട്ട് തക്കാളി, ഉള്ളി, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ മസാലപ്പൊടികളായിട്ടുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ചിക്കൻ മസാല ഇട്ടാം. ഗ്രീൻ പീസ് കറി വെക്കുന്ന സമയത്ത് ഞാൻ ഇത്തിരി ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതിന് വേറൊരു ടേസ്റ്റ് ആണ്. പിന്നെ അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വേഗം കുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് അവൻ എന്നെ കരിച്ചില്ല, അല്ലെങ്കിൽ അവൻ എന്തുമായി വെച്ച് കൊടുത്താലും അവൻ തുപ്പും. ഇതിപ്പോ നിങ്ങളൊക്കെ കാണുന്നോണ്ടാന്ന് തോന്നുന്നു എന്റെ കൊച്ചിന്റെ നാണം കിടത്തിയില്ല. പിന്നെ അതിനുശേഷം ഞാൻ വേഗം പോയിട്ട് ദോശ ചൂടാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നോമ്പ് തുറക്കുന്ന വീഡിയോസും കാര്യങ്ങളും ഞാൻ എടുത്തിട്ടില്ല. കാരണം വേറെ ഒന്നും ഇന്നലെ കഴിച്ച ആ സെയിം സാധനം തന്നെയായിരുന്നു ഇന്നും. പിന്നെ വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ. അങ്ങനെ ജ്യൂസും കട്ട്ലേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോമ്പ് തുറന്നതിന് ശേഷം മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ദോശയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരിച്ചിരി പൈനാപ്പിളും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.